കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലവിടെ താൽക്കാലിക വിസകളിൽ കഴിയുന്നവർക്കും വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. കാനഡ ഇമിഗ്രേഷൻ വകുപ്പായ IRCC തങ്ങളുടെ താൽക്കാലിക വിസകളുടെ ഏറ്റവും പുതിയ പ്രോസസ്സിംഗ് ടൈം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തകൾ ഉള്ളപ്പോൾ മറ്റു ചിലർക്ക് കാത്തിരിപ്പ് കാലാവധി വീണ്ടും കൂടിയിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കും? വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ്, വിസിറ്റർ വിസ, സൂപ്പർ വിസ എന്നിവയുടെ ഒടുവിലത്തെ സ്ഥിതി എന്താണ്? നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന വർക്ക് പെർമിറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. കാനഡയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും അപേക്ഷിച്ച ഭൂരിഭാഗം രാജ്യക്കാർക്കും വർക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള കാത്തിരിപ്പ് സമയം കുറഞ്ഞിട്ടുണ്ട് എന്നത് വലിയൊരു പോസിറ്റീവ് വാർത്തയാണ്. ഇതിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടായത് നൈജീരിയയിൽ നിന്നുള്ള അപേക്ഷകർക്കാണ്. കഴിഞ്ഞ ആഴ്ച 11 ആഴ്ചയായിരുന്ന പ്രോസസ്സിംഗ് സമയം ഈ ആഴ്ച വെറും 6 ആഴ്ചയായി കുറഞ്ഞിരിക്കുകയാണ്. അതായത് 1 മാസത്തിലധികം സമയത്തിന്റെ കുറവ്. കാനഡയ്ക്കകത്ത് നിന്ന് അപേക്ഷിച്ചവർക്കും നേരിയ കുറവുണ്ട്. കഴിഞ്ഞ ആഴ്ച 127 ദിവസമായിരുന്നത് ഇപ്പോൾ 124 ദിവസമായി ചുരുങ്ങി. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് സമയമാണിത്. അമേരിക്കയിൽ നിന്നുള്ളവർക്ക് ഇത് 3 ആഴ്ചയായാണ് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ 9 ആഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുള്ള വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗ് സമയം. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് കാത്തിരിപ്പ് സമയം 6 ആഴ്ചയിൽ നിന്ന് 7 ആഴ്ചയായി വർദ്ധിച്ചിട്ടുമുണ്ട്. അടുത്തതായി വിദ്യാർത്ഥികളുടെ കാര്യമാണ്. കാനഡയിലേക്ക് പഠിക്കാൻ പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് പ്രോസസ്സിംഗ് സമയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ആഴ്ച സംഭവിച്ചിട്ടില്ല. തുടർച്ചയായ 3-ാം ആഴ്ചയും സ്റ്റഡി പെർമിറ്റ് പ്രോസസ്സിംഗ് സമയം മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ത്യയിൽ നിന്നും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5 ആഴ്ചയാണ് ഇപ്പോഴത്തെ പ്രോസസ്സിംഗ് സമയം. കാനഡയ്ക്കകത്തു നിന്നുള്ള അപേക്ഷകൾക്ക് 7 ആഴ്ചയും പാകിസ്ഥാൻ, നൈജീരിയ, US എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് 5 ആഴ്ച വീതവും കാത്തിരിക്കണം. ഫിലിപ്പീൻസുകാർക്ക് ഇത് വെറും 4 ആഴ്ച മാത്രമാണ്. ഇനി കാനഡയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വിസിറ്റർ വിസയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. കാനഡയ്ക്കകത്തു നിന്നും US നിന്നും അപേക്ഷിച്ചവർക്ക് വിസിറ്റർ വിസ സമയം നേരിയ തോതിൽ കുറഞ്ഞപ്പോൾ നൈജീരിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കാത്തിരിപ്പ് സമയം കൂടിയിട്ടുണ്ട്. എന്നാൽ ഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് വിസിറ്റർ വിസ സമയത്തിൽ മാറ്റമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ വെറും 20 ദിവസം കൊണ്ട് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വിസിറ്റർ വിസ ലഭിക്കുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കളെയും മുത്തശ്ശന്മാരെയും ദീർഘകാലത്തേക്ക് കാനഡയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന സൂപ്പർ വിസയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ അപ്ഡേറ്റിൽ സൂപ്പർ വിസ സമയം കുറഞ്ഞ ഒരേയൊരു രാജ്യം ഇന്ത്യ മാത്രമാണ്. ഇന്ത്യയിൽ നിന്നുള്ള സൂപ്പർ വിസ പ്രോസസ്സിംഗ് സമയം 52 ദിവസവും 50 ദിവസമായി കുറഞ്ഞു. എന്നാൽ ഫിലിപ്പൈൻസിൽ നിന്നുള്ളവർക്ക് 2 ആഴ്ചയിലധികം സമയം വർദ്ധിച്ച് 73 ദിവസമായി മാറിയിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ളവർക്ക് ഇത് 187 ദിവസമാണ് എന്നതും ശ്രദ്ധേയമാണ്. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സിംഗ് സമയം ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇത് IRCC നമുക്ക് നൽകുന്ന ഒരു ഏകദേശ സൂചന മാത്രമാണ്. ഈ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിസ കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. IRCC പ്രധാനമായും 2 രീതിയിലാണ് ഇത് കണക്കാക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ 80% അപേക്ഷകൾ തീർപ്പാക്കാൻ എത്ര സമയമെടുത്തു എന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ അടിസ്ഥാനമാക്കി. 2, നിലവിൽ അവരുടെ പക്കലുള്ള അപേക്ഷകളുടെ എണ്ണവും ഉദ്യോഗസ്ഥരുടെ ശേഷിയും കണക്കാക്കും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് സർവീസ് സ്റ്റാൻഡേർഡ്സ്. സാധാരണഗതിയിൽ ഒരു വിസ അപേക്ഷ തീർപ്പാക്കാൻ IRCC ലക്ഷ്യമിടുന്ന ആഭ്യന്തര സമയപരിധിയാണിത്. കാനഡയ്ക്ക് പുറത്തു നിന്നുള്ള വർക്ക് പെർമിറ്റിനും സ്റ്റഡി പെർമിറ്റിനും 60 ദിവസമാണ് ഇവരുടെ ഔദ്യോഗിക സർവീസ് സ്റ്റാൻഡേർഡ്. വിസിറ്റർ വിസയ്ക്ക് ഇത് 14 ദിവസമാണ്. എന്നാൽ നിലവിലെ അപേക്ഷകളുടെ ആധിക്യം, നിങ്ങളുടെ ഫയലിന്റെ സങ്കീർണത, അധിക രേഖകളുടെ ആവശ്യകത എന്നിവ അനുസരിച്ച് യഥാർത്ഥ സമയം ഇതിലും കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. താൽക്കാലിക വിസകളുടെ ഈ കണക്കുകൾ IRCC എല്ലാ ആഴ്ചയും പുതുക്കാറുണ്ട്. ചുരുക്കത്തിൽ കാനഡ ഇമിഗ്രേഷൻ രംഗത്ത് വലിയ ഫയൽ കെട്ടിക്കിടപ്പുകൾ ഒഴിവാക്കാനും പ്രോസസ്സിംഗ് വേഗത്തിലാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളൊന്നുമില്ലാതെ പ്രോസസ്സിംഗ് സമയം സ്ഥിരതയോടെ തുടരുന്നു എന്നത് ആശ്വാസകരമാണ്. കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങളും വാർത്തകളും കൃത്യസമയത്ത് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ കാനഡ യാത്രയ്ക്കായി ഒരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.